Bar and Roundup, brought to you by Lulu Exchange, Al Hilal Hospital and Medical Center, Adventist Academy, and Lawrence Center for Global Education. നമസ്കാരം. ഇന്ന് ജൂലൈ 22 ബുധനാഴ്ച 4 PM ന്യൂസ് ബഹ്റിൻ റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ബഹ്റിന് നേരെയുണ്ടായ ഇറാനിയൻ ആക്രമണങ്ങൾ മൂലമുണ്ടായ മനുഷ്യാവകാശ ലംഘനങ്ങളും അതിന്റെ പ്രത്യാഘാതങ്ങളും വ്യക്തമാക്കുന്ന പ്രത്യേക റിപ്പോർട്ട് ബഹ്റിൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പുറത്തിറക്കി. NIHR ചെയർപേഴ്സൺ എഞ്ചിനീയർ അലി അഹമ്മദ് അൽദരാസിയുടെ നേതൃത്വത്തിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് 12 അധ്യായങ്ങളുള്ള റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ആക്രമണം ബാധിച്ച വിഭാഗങ്ങൾക്ക് ആവശ്യമായ മാനസികവും സാമൂഹികവുമായ പിന്തുണ നൽകാനും അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ സുരക്ഷിതമാക്കാനും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. കൂടാതെ കുറ്റക്കാർക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഐക്യരാഷ്ട്രസഭയുമായി സഹകരിച്ച് പ്രവർത്തിക്കാനും NIHR ആവശ്യപ്പെട്ടു. അമേരിക്കൻ മിഷൻ ഹോസ്പിറ്റൽ CEO ഡോക്ടർ ജോർജ് ചെറിയാൻ, ബഹ്റൈനിലെ US അംബാസഡർ സ്റ്റെഫാനി ഹാലറ്റ് എന്നിവർ ബഹ്റിൻ ഭരണാധികാരി ഹിസ് മജസ്റ്റി ഹമ്മദ് ബിൻ ഈസ അൽ ഖലീഫയുമായി കൂടിക്കാഴ്ച നടത്തി. ഈസ് ദി ഗ്രേറ്റ് ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി പ്രത്യേക ഉപഹാരം കൈമാറിയ അവർ മനാമയിൽ നിർമ്മിക്കുന്ന പുതിയ ഹോസ്പിറ്റൽ കെട്ടിട സമുച്ചയത്തിന്റെ പദ്ധതികളും രാജാവിന് മുന്നിൽ വിശദീകരിച്ചു. 100-ലധികം വർഷത്തെ ചരിത്രമുള്ള പഴയ വുമൻസ് ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ കെട്ടിടം രാജ്യത്തെ ആരോഗ്യ മേഖലയുടെ വികസനം വ്യക്തമാക്കുന്ന ചരിത്ര മ്യൂസിയമാക്കി മാറ്റാനും തീരുമാനമായിട്ടുണ്ട്. മേഖലയിൽ ആശുപത്രി നൽകുന്ന സുപ്രധാന സേവനങ്ങളെ ബഹ്റിൻ രാജാവ് ചടങ്ങിൽ പ്രശംസിച്ചു. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ പുതുതായി ചുമതലയേറ്റ ഡയറക്ടർമാരുമായി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമ്മദ് അൽ ഖലീഫ കൂടിക്കാഴ്ച നടത്തി. ഗുദേബിയ കൊട്ടാരത്തിൽ വച്ച് നടന്ന ചടങ്ങിൽ നവാഗതരായ ഉദ്യോഗസ്ഥരെ അഭിനന്ദിച്ച അദ്ദേഹം രാജ്യത്തിന്റെ വികസനത്തിൽ സ്വദേശി പ്രതിഭകളുടെ പങ്ക് നിർണായകമാണെന്ന് വ്യക്തമാക്കി. വരും മാസങ്ങളിൽ സർക്കാർ സംവിധാനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പുതുമയുള്ള ആശയങ്ങൾ നടപ്പിലാക്കാനും ഉദ്യോഗസ്ഥർ മുന്നിട്ടിറങ്ങണമെന്ന് കിരീടാവകാശി ആഹ്വാനം ചെയ്തു. പൊതുസേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി കൂട്ടായ്മയോടെ പ്രവർത്തിക്കുമെന്ന് ഉദ്യോഗസ്ഥരും ഉറപ്പു നൽകി. സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലെ ദന്തൽ ക്ലിനിക്കുകളുടെ വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് വിജയകരമായി പൂർത്തിയാക്കി. അന്താരാഷ്ട്ര ഇൻഫെക്ഷൻ കൺട്രോൾ നിബന്ധനകൾ കൃത്യമായി പാലിക്കുന്ന 6 പുതിയ സ്പെഷ്യാലിറ്റീസ് ട്രീറ്റ്മെന്റ് യൂണിറ്റുകളാണ് ക്ലിനിക്കിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. പുതിയ ഉപകരണങ്ങളും സംവിധാനങ്ങളും പ്രാബല്യത്തിൽ വന്നതോടെ രോഗികൾക്കുള്ള ചികിത്സാ നടപടികൾ കൂടുതൽ വേഗത്തിലും സുരക്ഷിതമായും പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കി. ബഹ്റൈൻ്റെ ദേശീയ വിമാന കമ്പനിയായ ഗൾഫ് എയർ അത്യാധുനിക സാങ്കേതിക വിദ്യയിലുള്ള Z4 വിമാനങ്ങൾ സ്വന്തമാക്കുന്നതിനായി പ്രമുഖ വിമാന നിർമ്മാണ കമ്പനിയായ ജെറ്റ് സീറോയുമായി ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. നിലവിലുള്ള വിമാനങ്ങളെ അപേക്ഷിച്ച് 50% വരെ കുറഞ്ഞ ഇന്ധന ഉപഭോഗം മാത്രമുള്ള ഈ വിമാനങ്ങൾ 2030കളുടെ തുടക്കത്തിൽ സർവീസിലിറങ്ങും. ഒറ്റയടിക്ക് 5000 നോട്ടിക്കൽ മൈൽ ദൂരം വരെ പറക്കാൻ ശേഷിയുള്ള ഈ വിമാനങ്ങൾ ഗൾഫ് എയറിന്റെ ദീർഘദൂര സർവീസുകളിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കും. സീറ്റ് ഒന്നിനാകുന്ന ചിലവ് കുറച്ച് യാത്രക്കാർക്ക് മികച്ച അനുഭവമൊരുക്കാൻ ഇത് സഹായിക്കുമെന്ന് കമ്പനി CEO വ്യക്തമാക്കി. ബഹ്റിനിലെ സമുദ്രമേഖലയിൽ അപൂർവ ഇനത്തിൽപ്പെട്ട 7 തരം സ്രാവുകളും 3 തരം വാൾമീനുകളും ജീവിക്കുന്നുണ്ടെന്ന് സുപ്രീം കൗൺസിൽ ഫോർ എൻവയോൺമെന്റ് സ്ഥിരീകരിച്ചു. തിമിംഗല സ്രാവ്, വിവിധയിനം ഹാമർ ഹെഡ് സ്രാവുകൾ എന്നിവ ഉൾപ്പെടുന്ന ഈ ജീവിവർഗങ്ങൾ ആഗോളതലത്തിൽ തന്നെ വംശനാശ ഭീഷണി നേരിടുന്നവയാണ്. സമുദ്രത്തിലെ ജൈവ വൈവിധ്യം നിലനിർത്തുന്നതിനായി അമിതമായ മത്സ്യബന്ധനവും കടൽ മലിനീകരണവും തടയാൻ പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് കൗൺസിൽ അഭ്യർത്ഥിച്ചു. പ്രദേശത്തെ സ്രാവുകളുടെ സംരക്ഷണത്തിനായി പ്രത്യേക DNA ലൈബ്രറിയും അധികൃതർ നിർമ്മിച്ചിട്ടുണ്ട്. രാജ്യത്തെ ബാലവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ തൊഴിൽപരമായ മികവും നൈപുണ്യവും വർദ്ധിപ്പിക്കുന്നതിനായി ബഹ്റിൻ വിദ്യാഭ്യാസ മന്ത്രാലയം ദേശീയ പരിശീലന ചട്ടക്കൂടിന് തുടക്കം കുറിച്ചു. ബഹ്റിൻ വിഷൻ 2030 അനുസൃതമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ പദ്ധതി വഴി രാജ്യത്തെ എല്ലാ ബാലവിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഒരേ നിലവാരത്തിലുള്ള അധ്യാപന രീതി ഉറപ്പാക്കാൻ സാധിക്കും. അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ മുൻനിർത്തി അധ്യാപകരുടെ ശേഷി മെച്ചപ്പെടുത്താൻ ഇത് സഹായിക്കും. ഭാവി തലമുറയെ വാർത്തെടുക്കുന്നതിൽ ഈ പുതിയ അധ്യായം വലിയ മുന്നേറ്റമാകുമെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി.
സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ 2 കുട്ടികളുടെ അമ്മയായ അസീസ് ജനാഹി എന്ന ബഹ്റൈനി യുവതി മരിച്ച സംഭവത്തിൽ അടിയന്തര അന്വേഷണം വേണമെന്ന് MP മുഹമ്മദ് അൽ ജനാഹി ആവശ്യപ്പെട്ടു. ചികിത്സയിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന കുടുംബത്തിന്റെ ആരോപണത്തെ തുടർന്ന് നാഷണൽ ഹെൽത്ത് റെഗുലേറ്ററി അതോറിറ്റിയോട് റിപ്പോർട്ട് തേടാൻ MP ആവശ്യപ്പെട്ടു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം കഠിനമായ വേദന അനുഭവപ്പെട്ട യുവതിയെ പൂർണ്ണമായി സുഖം പ്രാപിക്കുന്നതിന് മുൻപ് ഡിസ്ചാർജ് ചെയ്തതാണ് സ്ഥിതി വഷളാക്കിയതെന്ന് കുടുംബം ആരോപിക്കുന്നു. സംഭവത്തിന് പിന്നിലെ സത്യം പുറത്തുകൊണ്ടുവരണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നും MP കൂട്ടിച്ചേർത്തു. ഈസ ടൗണിലെ പ്രശസ്തമായ ലോക്കൽ വിപണിയായ അൽ മഖാസിസ് മാർക്കറ്റിന്റെ പുനർനിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടന്നു. കച്ചവടക്കാർക്കായി 90 ആധുനിക സ്റ്റാളുകളോടെ ഒരുങ്ങുന്ന ഈ വിപണി വരും മാസങ്ങൾക്കുള്ളിൽ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന് നോർത്തേൺ മുനിസിപ്പൽ കൗൺസിൽ അംഗം ഡോക്ടർ സൽമാൻ മൊഹ്സിൻ അബ്ദുള്ള അറിയിച്ചു. ബാക്കിയുള്ള നിർമ്മാണ ജോലികൾ മുൻഗണനാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാൻ മന്ത്രാലയം നേരിട്ട് വിലയിരുത്തലുകൾ നടത്തുന്നുണ്ട്. വിപണി യാഥാർത്ഥ്യമാകുന്നതോടെ പ്രദേശത്തെ ചെറുകിട വ്യാപാരികൾക്ക് വലിയ ആശ്വാസമാകും. സൽമാബാദിനെയും അൽ റംലിയെയും ബന്ധിപ്പിച്ച് 1.84 കിലോമീറ്റർ ദൈർഘ്യമുള്ള പുതിയ റോഡ് നിർമ്മിക്കാൻ ടെൻഡർ നടപടികൾ ആരംഭിച്ചു. സൽമാബാദിലെ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി ഗേറ്റിന് സമീപത്ത് നിന്ന് ആരംഭിക്കുന്ന റോഡിനായി ടെൻഡർ ബോർഡ് ബിഡുകൾ ക്ഷണിച്ചതായി കൗൺസിൽ അംഗം അബ്ദുള്ള ആഷൂർ അറിയിച്ചു. 7.5 മീറ്റർ വീതിയിൽ നിർമ്മിക്കുന്ന റോഡിൽ പുതിയ തെരുവ് വിളക്കുകൾ, മഴവെള്ള ഓവുചാലുകൾ, ട്രാഫിക് സിഗ്നലുകൾ എന്നിവ സജ്ജീകരിക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ പ്രദേശത്തെ ഗതാഗത കുരുക്കിന് ശമനമുണ്ടാകും. പൊതുമര്യാദകൾക്കും സാമൂഹിക മൂല്യങ്ങൾക്കും നിരക്കാത്ത രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ഉള്ളടക്കം പ്രചരിപ്പിച്ച 31കാരനായ അറബ് പൗരനെ സൈബർ ക്രൈം വിഭാഗം അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നും കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉത്തരവാദിത്തത്തോടെ ഉപയോഗിക്കണമെന്നും ഡിജിറ്റൽ ഇടങ്ങളിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി. മയക്കുമരുന്ന് മാഫിയയെ ലഹരിവസ്തുക്കൾ വിതരണം ചെയ്യാൻ സഹായിച്ച കേസിൽ ഏഷ്യൻ പൗരന് ലഭിച്ച 10 വർഷത്തെ തടവ് ശിക്ഷയും 5000 ദിനാർ പിഴയും രാജ്യത്തെ പരമോന്നത കോടതി ശരിവച്ചു. സൗജന്യമായി ലഹരിമരുന്ന് ലഭിക്കുന്നതിന് പകരമായാണ് ഇയാൾ പ്രധാന മയക്കുമരുന്ന് കടത്തുകാരനെ വിതരണത്തിൽ സഹായിച്ചിരുന്നത്. തടവ് ശിക്ഷ പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രതിയെ രാജ്യത്ത് നിന്ന് നാടുകടത്താനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഫോറൻസിക് തെളിവുകളുടെയും പ്രതിയുടെ കുറ്റസമ്മതത്തിന്റെയും അടിസ്ഥാനത്തിലാണ് പരമോന്നത കോടതി ശിക്ഷ സ്ഥിരപ്പെടുത്തിയത്. One day, your child will face big decisions. Will they have focus? Will they have confidence? Chess builds calm thinking and smart decision-making. It develops confidence, discipline, and patience for life. For kids age 5 to 15, structured learning from beginner to advanced. Expert coaches, personal attention. Join Arjun's Chess Academy. Classes available in Zinj Mahuz Manama. ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി. ഇന്നത്തെ സ്വർണ്ണനിരക്ക് വീടിന് സമീപത്തെ മാലിന്യ കൂമ്പാരത്തിന് തീ കൊളുത്തിയ കേസിൽ 46കാരനായ ബഹ്റൈൻ പൗരൻ ഹൈക്രിമിനൽ കോടതിയിൽ വിചാരണ നേരിടുന്നു. മാലിന്യത്തിൽ നിന്നുള്ള കടുത്ത ദുർഗന്ധമാണ് തന്നെ തീയിടാൻ പ്രേരിപ്പിച്ചതെന്ന് പ്രതി കോടതിയിൽ മൊഴി നൽകി. പൊതുനിരത്തിലേക്ക് വേസ്റ്റ് ബിന്നുകൾ വലിച്ചഴിച്ചു കൊണ്ടുവന്ന് തീയിടുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു. കേസിൽ കൂടുതൽ വാദം കേൾക്കുന്നതിനായി വിചാരണ ജൂലൈ 28ലേക്ക് മാറ്റിവച്ചു. സാമൂഹ്യമാധ്യമമായ ടിക്ടോക്കിലൂടെ പൊതുമര്യാദകൾക്ക് നിരക്കാത്ത വീഡിയോകൾ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രവാസി യുവാവിനെ പബ്ലിക് പ്രോസിക്യൂഷൻ റിമാൻഡ് ചെയ്തു. കൂടുതൽ ഫോളോവേഴ്സിനെയും സാമ്പത്തിക ലാഭത്തെയും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിർമ്മിച്ചതെന്ന് ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചു. പൊതുമര്യാദ ലംഘിക്കുന്ന തരത്തിലുള്ള ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നവർക്ക് 2 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുമെന്നും ഡിജിറ്റൽ ഇടങ്ങൾ ശക്തമായ നിരീക്ഷണത്തിലാണെന്നും സൈബർ ക്രൈം വിഭാഗം വ്യക്തമാക്കി. 31 വർഷത്തെ ബഹ്റൈൻ പ്രവാസ ജീവിതത്തിന് ശേഷം അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയ നസ്രത്തിൽ ജോർജ് വർഗീസിന്റെ ആദ്യ കവിതാ സമാഹാരമായ സീതാചക്രം പ്രകാശനം ചെയ്തു.
ഫിലാഡൽഫിയ ക്രിസ്റ്റോസ് മാർത്തോമ ചർച്ചിൽ വച്ച് നടന്ന ചടങ്ങിൽ വികാരി റവറൻ നൈജു തോമസാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. അനുഭവങ്ങളുടെ ആഴവും പ്രകൃതിയും ദൈവവിശ്വാസവും പ്രമേയമാകുന്ന ഈ സമാഹാരത്തിൽ വിവിധ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച 40ഓളം കവിതകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന അനുകരണ കലാകാരനും BKSF ഹെൽപ്പ് ലൈൻ അംഗവുമായ ദീപക് തണലിന് ബഹ്റിൻ കേരള സോഷ്യൽ ഫോറം യാത്രയയപ്പ് നൽകി. മനാമയിൽ നടന്ന ചടങ്ങിൽ പ്രമുഖ സാമൂഹിക പ്രവർത്തകർ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ അനുമോദിക്കുകയും ചെയ്തു. നാട്ടിലെത്തിയ ശേഷവും സംഘടനയുടെ കേരളത്തിലെ കോർഡിനേറ്ററായി പ്രവർത്തിക്കുമെന്നും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുമെന്നും ദീപക് തണൽ മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. ICF ബഹ്റിൻ മിലാദ് ക്യാമ്പയിനിന്റെ ഭാഗമായി ഉമ്മുൽ ഹസം റീജിയൺ കമ്മിറ്റിയുടെ കീഴിൽ 33 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. സിറാജ് ഹാജി ചെയർമാനും മുഹമ്മദ് അരീക്കോട് ജനറൽ കൺവീനറുമായാണ് കമ്മിറ്റി നിലവിൽ വന്നത്. 1 മാസം നീണ്ടുനിൽക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി മൗലിദ് മജ്ലിസ്, സ്നേഹസംഗമം, സാംസ്കാരിക സമ്മേളനം എന്നിവ സംഘടിപ്പിക്കാൻ തീരുമാനമായിട്ടുണ്ട്. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം ആലിയയിൽ വെച്ച് കുടുംബസംഗമവും പൂൾ പാർട്ടിയും സംഘടിപ്പിച്ചു. KPF കുടുംബാംഗങ്ങളും ലേഡീസ് വിങ്ങും കുട്ടികളും പങ്കെടുത്ത പരിപാടിയിൽ വിവിധ കലാകായിക മത്സരങ്ങൾ അരങ്ങേറി. ഉപരിപഠനത്തിനായി നാട്ടിലേക്ക് മടങ്ങുന്ന ഇഷാൻ ഷാജിക്ക് ചടങ്ങിൽ സംഘടനയുടെ ഉപഹാരം നൽകി യാത്രയയപ്പ് നൽകി. ലിൻസ ഫിലിംസിന്റെ ബാനറിൽ ലിനി സ്റ്റാൻലി സംവിധാനം ചെയ്യുന്ന സയൻസ് ഫിക്ഷൻ ഹ്രസ്വചിത്രമായ മിഷൻ 2040ന്റെ ടൈറ്റിൽ പോസ്റ്റർ റിലീസ് ചെയ്തു. SNCS ഹാളിൽ നടന്ന ചടങ്ങിൽ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു. ഷൂട്ടിംഗ് അന്തിമഘട്ടത്തിലുള്ള ചിത്രത്തിന്റെ ടൈറ്റിൽ പ്രകാശനത്തോടൊപ്പം അന്തരിച്ച പ്രശസ്ത ഗായിക S ജാനകിക്കുള്ള സംഗീതാർച്ചനയും അണിയറ പ്രവർത്തകർ സംഘടിപ്പിച്ചു. വാർത്തകളുടെ വിശദവിവരങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റായ 4pmnewsonline.com സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെയും ലഭ്യമാണ്. നന്ദി, നമസ്കാരം.